നാളായിട്ട് അറിയാം. ആദ്യമൊക്കെ അച്ഛൻ്റെ കൂടെ കലാനിലയം നാടകം നിങ്ങൾ കാണാൻ പോകുമ്പോൾ കടമ്പറ്റത്തെ കത്തനാഥ്, ഇളയെടുത്ത് റാണി, കായങ്ങളും കൊച്ചുണ്ണി, ഇതിലൊക്കെ തകർത്ത് അഭിനയിച്ചപ്പോൾ നമ്മൾ അന്നത്തെ നാടകത്തിലെ സ്റ്റാറായിരുന്നു, സൂപ്പർ സ്റ്റാറായിരുന്നു. അപ്പോൾ അന്നൊന്നും പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. കാരണം അദ്ദേഹം സ്റ്റാറായിട്ടിരിക്കുന്നു, നാടകം കണ്ട് ആരാധനയുടെ നോക്കിയുണ്ട്. പിന്നെ സിനിമയിൽ വന്നതിന് ശേഷം 75 തൊട്ട് 80 വരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹവുമായിട്ട് പല പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ നിർമ്മിച്ച കണ്ണെഴുതി പൊട്ടുന്നുണ്ട് നല്ലൊരു വേഷവും കൊടുത്തിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ്. പ്രശ്നക്കാരനൊന്നുമല്ല, എല്ലാവരും സ്നേഹമായിട്ട് പെരുമാറുള്ളൂ. വളരെ എന്താ പറയുക, ഒരാൾ ഒതുങ്ങിയ ജീവിതവും തന്നെയായിരുന്നു. 56 വയസ്സായി, കുറ്റപ്പിടിക്കാതെ വയ്യായിരുന്നു. നമ്മളൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ വേഷങ്ങൾ പുള്ളി മലയാള സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇനി ഓർമ്മ. നമുക്കറിയാം ഒരുപാട് ക്യാരക്ടർ റോൾസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എന്താ പറയുക, സ്നേഹപൂർവ്വമായിട്ടുള്ളൊരു അന്ത്യാഞ്ജലി പറയുകയും എല്ലാ നന്മകളും എനിക്കറിയാം അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്ന എല്ലാം നല്ല ഒട്ടും ഒരു ജാടകളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രേക്ഷകർക്ക് ഒരുപാട് താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ എനിക്ക് ആദരാഞ്ജലികൾ പറയുന്നത് നന്ദി. ഓർമ്മകളിൽ നിന്ന് പോലും അപ്രത്യക്ഷരാകും. ചില ആളുകളുടെ മരണശേഷമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ശക്തമായ വസന്തകാലം ഉണ്ടാകുന്നത്. അത് അവരിവിടെ അവശേഷിപ്പിച്ചിട്ട് പോകുന്ന മൗലികമായ സംഭാവനകളെ പിന്നീട് പിന്തുടരാൻ വരുംകാല തലമുറയ്ക്ക് കഴിയുമ്പോൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവശേഷിപ്പിച്ചിട്ട് പോയ, കയ്യൊപ്പുകൾ പതിപ്പിച്ചിട്ട് പോയ ഒരു വലിയ കലാകാരനാണ് ശ്രീ പൂജപ്പുര രവി. ശ്രീ പൂജപ്പുര രവിയുടെ നിര്യാണത്തിൽ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലെ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഓർമ്മകളിലൂടെ, കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ബാക്കിയാക്കിയ തൂവലുകൾ ഇനിയും കേരളത്തിൻ്റെ സാംസ്കാരിക കലാ ആകാശത്ത് പറക്കുക തന്നെ ചെയ്യും. കൊണ്ടിരിക്കുകയാണ്. പോകുമ്പോൾ അവരെ പോയി കാണുക എന്നുള്ളതാണ്. അതായത് ഐസത്തിയിൽ പോകണം എന്നുള്ളതാണ്. ഞാൻ ആദ്യം കണ്ട സിനിമ താരങ്ങളിൽ ഒരാളാണ്. കാരണം കള്ളം കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞൊരു സിനിമ എൻ്റെ വീടിൻ്റെ അടുത്ത് അന്നാണ് ഷൂട്ടിങ് ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സീരിയലുകൾ എല്ലാം കണ്ടുവരുന്നു. ഭാഗ്യത്തിന് ഈ ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഇത്തിരി സമയം ഇത് കാണണമെന്ന് പറഞ്ഞിട്ട് സാങ്ഷൻ എടുത്തപ്പോൾ അങ്ങനെ പറയാം. ആദരാഞ്ജലി